പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമം പ്രഭാതത്തിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവവചന ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ശുഭമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർപ്പാനുള്ള അവസരങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് അല്പനിമിഷം ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിളുള്ളവർക്ക് ബൈബിൾ തുറന്ന് 30-ാം സങ്കീർത്തനം, ദാവീദിന്റെ കരത്താൽ രചിക്കപ്പെട്ട അതിമനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നായ 30-ാം സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 30:4. യഹോവയുടെ വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഇവിടെ ദാവീദ് സ്തുതി പാടുവാനുള്ളൊരു ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സങ്കീർത്തനത്തിൽ മുൻപിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഹോവയുടെ വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ യഹോവയെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ 4-ാം വാക്യത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരോട് ദാവീദ് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ അവനെ സ്തുതി പാടുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ എന്നുള്ള ആഹ്വാനത്തോടുകൂടെയാണ് വരുന്നത്. 30-ാം സങ്കീർത്തനം നിരവധി പ്രഭാഷണങ്ങളുള്ള സങ്കീർത്തനമാണ്. നമ്മൾ തന്നെ ഈ സങ്കീർത്തനങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ആധികാരികമായി സങ്കീർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 29-ാം സങ്കീർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് 30-ാം സങ്കീർത്തനത്തെ നാം കാണുന്നത്. 29-ാം സങ്കീർത്തനം ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് ദാവീദ് വിസ്തരിക്കുന്നത്. എന്നാൽ 30-ാം സങ്കീർത്തനത്തിൽ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ദാവീദ് വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സങ്കീർത്തനങ്ങളും പരസ്പര പൂരകങ്ങളായി കിടക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ 29-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയെങ്കിൽ 30-ാം സങ്കീർത്തനത്തിൽ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദാവീദ് വിശദമാക്കുകയാണ്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ചില ചിന്തകൾ വേഗം പറഞ്ഞ് നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു. ഇതിന് ഒരു ഭവന പ്രതിഷ്ഠാഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഹെഡിങ്ങിൽ കാണാം. അതിൻ്റെ പശ്ചാത്തലമാണ്. ഒരുപക്ഷെ ഇത് യെരൂശലേം ദേവാലയത്തിൻ്റെ സമർപ്പണ വേളയിൽ പാടുവാൻ ദാവീദ് മുൻകൂട്ടി എഴുതിയതോ, അതല്ലെങ്കിൽ തൻ്റെ രാജധാനിയും അരമനയുടെയും ഒക്കെ സമർപ്പണ വേളയിൽ പാടിയതോ ഒക്കെ ആയ സങ്കീർത്തനമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതിനെ വളരെ വ്യക്തമായിട്ട് ഭവന പ്രതിഷ്ഠാഗീതം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഭവനപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊന്നും അധികം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. നമ്മൾ ഈ വാക്യങ്ങളെ ഒന്ന് വേഗം
ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, വിശദമാക്കൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ 5 വാക്യങ്ങളിൽ നാം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കാണുന്നത്. നമ്മൾ അതിലേക്ക് വരും. സ്തോത്രം. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് സുഖകാലത്തെ വ്യർത്ഥമായ ആത്മവിശ്വാസമാണ് കാണുന്നത്. സുഖകാലത്തെ വ്യർത്ഥമായിട്ടുള്ള ആത്മവിശ്വാസത്തെയാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സ്തുതിച്ചതിന് അനന്തരമായി ലഭിച്ച വിടുതലുകളെ കുറിച്ചാണ് കാണുന്നത്. സ്തുതിച്ചതിന് അനന്തരമായി ലഭിച്ച വിടുതലുകളെ കുറിച്ചാണ് കാണുന്നത്. നമുക്ക് ഇങ്ങനെ ഈ 3ആയിട്ട് 12 വാക്യങ്ങളുള്ള ഈ 30-ാം സങ്കീർത്തനത്തെ 3ആയി ഡിവൈഡ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആദ്യത്തെ 5 വാക്യങ്ങളിൽ എന്തിനാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദാവീദ് ഈ 4-ാം വാക്യത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം നൽകുകയാണ്. വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ സ്തോത്രം ചെയ്യുവീൻ എന്നുള്ള ആഹ്വാനമാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സുഖകാലത്തെ വ്യർത്ഥമായിട്ടുള്ള ആത്മവിശ്വാസത്തെക്കുറിച്ച് കാണുന്നു. എന്നാൽ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ ലഭിച്ച വിടുതലുകളെ കുറിച്ച് കാണാം. നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. സ്തോത്രം. ഈ സങ്കീർത്തനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധന്മാരോട് സ്തുതി പാടുവാൻ ദാവീദ് ആഹ്വാനപ്പെടുമ്പോൾ നമുക്ക് ദാവീദിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ദൈവത്തെ നാം സ്തുതിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവത്തെ നാം സ്തുതിക്കേണ്ടത്? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു തുടങ്ങുകയാണ്. സ്തോത്രം. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തെ സ്തുതിക്കാൻ ദാവീദ് ആഹ്വാനം ചെയ്യാനുള്ള കാരണം ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നു, അതായത് ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. ലിഫ്റ്റഡ് മീ അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 തലങ്ങളിൽ ഉപയോഗിക്കാം. ഒറിജിനൽ അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് ഉയർത്തിയിരിക്കുന്നു, ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലാണ്, കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ വിശുദ്ധന്മാരോട് ദൈവം, അത് അവർക്ക് വേണ്ടി ദൈവം അവരെ ഉയർത്തിയ വിഷയത്തെക്കുറിച്ച് വിരൽ ചൂണ്ടിയിട്ട് വിശുദ്ധന്മാരോട് പറയാം, നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാനുള്ള വകയുണ്ട്, നിങ്ങൾ ദൈവത്തെ സ്തുതി പാടിയ മതിയാവും, കാരണം ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം വചനം ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പരിശോധിച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും കൂടെ ആലോചിക്കുമ്പോൾ ദൈവം നമ്മെ എന്തുമാത്രം ഉയർത്തിയിരിക്കുന്നു. സ്തോത്രം. എന്തുമാത്രം ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നു. ഇന്നലകളിൽ നാം എവിടെയായിരുന്നു, ഇപ്പോൾ നാം എവിടെയായിരിക്കുന്നു. ആത്മികമായി, ഭൗതികമായി വിവിധ മേഖലകളിൽ ദൈവം നമ്മെ ഉയർത്തിയതിനെക്കുറിച്ച്, ഉദ്ധരിച്ചതിനെക്കുറിച്ച് അന്തരാത്മാവിൽ ഓർമ്മയുള്ള ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ ആരും സ്തുതിക്കാൻ പറയണ്ട, അവർ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഉയർച്ച പ്രാപിച്ചവർ, ഉദ്ധാരണം പ്രാപിച്ച വിശുദ്ധന്മാരെ നോക്കി ദാവീദ് പറയുന്നു,
നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്തേ മതിയാകൂ. കാരണം അവൻ നമ്മെ ഉയർത്തിയിരിക്കുകയാണ്, അവൻ നമ്മെ ഉദ്ധരിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നത്? സ്തോത്രം. ഒരു സുവിശേഷകനായതുകൊണ്ട് ആ ഭാഗം കൂടെ പറയാതിരിക്കാൻ കഴിയത്തില്ല. 40-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമാണ് എവിടുന്നാണ് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്നത്. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നുമാണ് അവൻ നമ്മെ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് പാപത്തിൻ്റെ വലിയ കുഴിക്കകത്ത് കിടന്ന, അത് പാപത്തിൻ്റെ ചേറിൽ കിടന്ന എന്നെയും നിങ്ങളെയും അത് അവൻ കയറ്റിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നാം പാപത്തിൻ്റെ വലിയ ചേറ്റുകണ്ടത്തിൽ കിടക്കുകയായിരുന്നു, ചേറിനകത്ത് കിടക്കുകയായിരുന്നു, കുഴഞ്ഞുപോയ കുഴിയിൽ കിടക്കുകയായിരുന്നു. അത് നാശകരമായ കുഴിയിലായിരുന്നു. പക്ഷേ ദൈവം നമ്മെ അതിനകത്തുനിന്ന് കയറ്റിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. അതിനെ കയറ്റിക്കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അത് ഉറപ്പായും നാം ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാവിലെ സമയം അവൻ നമ്മുടെ പാപത്തെ മോചിച്ച് ആ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റിയത് ഓർത്താൽ കർത്താവിനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ചുറ്റുപാട് ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ ജനം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാശകരമായ കുഴിയിൽ നിന്നും, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അതെ അവൻ നമ്മെ കയറ്റിയതോർത്ത് വിശുദ്ധന്മാരെ, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തേ മതിയാകൂ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ദാവീദിന്റെ ആഹ്വാനം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. രണ്ടാമതായി ദാവീദിനോട് ചോദിക്കാം, ദാവീദ്, എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് സ്തുതി പാടേണ്ടത്? എന്തുകൊണ്ടാണ് നാം ദൈവത്തിന് സ്തുതി പാടേണ്ടത്? ആ 30-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ അതിന്റെ 2-ാം പോർഷനിൽ ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെക്കുറിച്ച് പല താല്പര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ദാവീദ് പറയുന്നുണ്ട്, എന്നെ വൈരിയുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉണ്ട്, നമ്മളൊക്കെ പറയും നമുക്ക് ശത്രുക്കളില്ലെന്ന്. ശത്രുക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നന്മയുമില്ല. ദൈവം ശത്രുക്കളുടെ മുൻപിലാണ് മേശയൊരുക്കുന്നത്, ശത്രുവിൻ്റെ മുൻപിലാണ് ദൈവം വിരുന്നൊരുക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ശത്രുവും ഉണ്ടാകും. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ശത്രുക്കൾ ഇല്ല എന്നുള്ളത് നമ്മുടെ വെറും തോന്നലാണ്. അദർശരായ ശത്രുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ നമ്മൾ ശത്രുക്കളുടെ പത്മവ്യൂഹത്തിലായിരിക്കാം, ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കാം ശത്രുക്കൾ. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ഏതൊക്കെ ടൈപ്പ് ശത്രുക്കൾ നിനക്കുണ്ടെങ്കിലും, സ്നേഹിതരുടെ രീതിയിലുള്ള ശത്രുക്കളാണെങ്കിലും, ഡയറക്റ്റ് വെല്ലുവിളിക്കുന്ന ശത്രുക്കളാണെങ്കിലും, ഏതൊക്കെ ടൈപ്പ് ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയാം, സ്തോത്രം, ആ ശത്രുക്കൾക്കൊന്നും നിങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനുള്ള ഇട ദൈവം കൊടുക്കത്തില്ല. ഒന്നുകൂടെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, കർത്താവിനെ സ്തുതിക്കേണ്ടതിൻ്റെ, വിശുദ്ധന്മാരെ സ്തുതിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ ആവശ്യകത, നിങ്ങളുടെ ശത്രുക്കൾ എന്താ? നിങ്ങളുടെ ശത്രുക്കളുടെ സന്തോഷം. നിങ്ങളുടെ ശത്രുക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ നശിച്ചു പോകുന്നത് കാണുക എന്നുള്ളതാണ്, നിങ്ങൾ തകർന്നു പോകുന്നത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ മാറി നിന്ന് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നുള്ള ചില കുറ്റങ്ങൾ പറയാം എന്നുള്ളതാണ് അവരുടെ സന്തോഷം. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ വീടിനകത്ത് അതിൻ്റെ ചുറ്റുപാടുള്ള രക്തബന്ധങ്ങൾക്കകത്തുള്ള ഒരൊറ്റ ശത്രുക്കൾ പോലും നിന്നെ കുറിച്ചോർത്ത് സന്തോഷിക്കാം. ദൈവം ഇടവരുത്തുകയില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇന്ന് രാവിലെ സമയം വിശ്വസിക്കുന്നവർ വിളിച്ചു പറയുക, എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ അവൻ ഇടവരുത്താത്ത ദൈവമായിരിക്കയാൽ ഇന്ന് രാവിലെ ഇടംബലം നോക്കാതെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മടങ്ങി വരട്ടെ. മൂന്നാമത്തെ കാര്യം, വിശുദ്ധന്മാരെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. ദാവീദേ, എന്തുകൊണ്ടാണ് അത് ദൈവത്തിന് സ്തുതി പാടേണ്ടത്? ദാവീദ് പറയുന്ന
മൂന്നാമത്തെ കാര്യം, സ്തോത്രം, 30-ാം സങ്കീർത്തനം 2-ാം വാക്യം ദാവീദ് പറയുന്നു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദാവീദ് രോഗിയായി തീർന്ന 2 സന്ദർഭങ്ങൾ ഉണ്ട്. സ്തോത്രം. അതിൽ ദാവീദ് പറയുന്നത്, ഞാനൊരു രോഗിയായിരുന്നു. സ്തോത്രം. ഞാൻ കഴിവില്ലാത്തവനായിരുന്നു. ഞാൻ ബലഹീനനായി പോയ സന്ദർഭമായിരുന്നു. പക്ഷേ ആ രോഗത്തിനകത്തുനിന്ന് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവത്തിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചവനാണ് ആഹ്വാനം ചെയ്യുന്നത്, വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. ഇന്ന് രാവിലെ സമയം ദൈവത്തിൽ നിന്ന് വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരു സൗഖ്യമെങ്കിലും പ്രാപിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മറ്റുള്ളവരോട് ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം പറയുക മാത്രമല്ല, ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് ആദ്യം അവനവൻ വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കണം. കാരണം അവൻ എന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. അവൻ എന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത് രോഗസൗഖ്യത്തിലൂടെയാണ്. സ്തോത്രം. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. വിശുദ്ധന്മാരുടെ അവകാശമാണ് രോഗസൗഖ്യം. അങ്ങനെയെങ്കിൽ രോഗസൗഖ്യം നൽകുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കാം. സ്തോത്രം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ. ചിലപ്പോൾ ചില ആളുകളുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ ദൈവത്തിന്റെ ഹിതം അവരെ നിത്യതയിലേക്ക് വിളിക്കാനായിരിക്കും. അപ്പോൾ നാം നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നാം മുൻകൂട്ടി ദൈവഹിതം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. സ്തോത്രം. ചിലപ്പോൾ നാം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പോൾ സൗഖ്യം ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ പൗലോസിന് കൊടുത്തതുപോലെ ആ രോഗം നിന്റെ പ്രാണനെ ബാധിക്കാതിരിക്കാൻ ദൈവം കൃപ നൽകിയെന്നും വരാം. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയുന്നു, സ്തോത്രം, ദൈവത്തിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അവരറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യും, അവരറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാവിലെ സമയം ഒരു കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന് സ്തുതി പാടേണ്ടവരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. നാലാമതായിട്ട് വിശുദ്ധന്മാരോട് ദാവീദ് പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ട് സ്തുതിക്കണം എന്നുള്ളതിൻ്റെ ആഹ്വാനമാണ്. 30-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. സ്തോത്രം. ഞാന് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിപ്പോയി. കാരണം സ്തോത്രം, ദാവീദ് പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. സ്തോത്രം. മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ പ്രാണനെ പാതാളത്തിൽ നിന്ന് കയറ്റിയിരിക്കുന്നത് കൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടാതെ, സ്തോത്രം, പാതാളത്തിൽ എൻ്റെ പ്രാണൻ ഇറങ്ങിപ്പോയ സമയത്ത് ആ പ്രാണൻ പാതാളത്തിലേക്ക് ഇറങ്ങി പൂർണ്ണമായും പോകാതെ നീ അതിനെ കരയേറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങെ സ്തുതിക്കുകയാണ്. 5-ാമതായി ദാവീദ് പറയുന്നു, സ്തോത്രം, ഞാൻ അങ്ങെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തതിൻ്റെ കാരണം, വിശുദ്ധന്മാർ യഹോവയെ സ്തുതിക്കേണ്ടതിൻ്റെ കാരണം. സ്തോത്രം. അതേ 30-ാം സങ്കീർത്തനം 3-ാം വാക്യം അവസാനിക്കുമ്പോൾ ദാവീദ് പറയുന്നു, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തു വയ്ക്കുക, ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ, ദൈവത്തെ പുകഴ്ത്തുന്നതിൻ്റെ, ദൈവത്തെ മഹത്വപ്പെടുന്നതിൻ്റെ പിൻപിൽ ഈ 5 കാരണങ്ങളാണ്. നിങ്ങൾ ഈ 5 കാരണങ്ങളും പരിശോധിച്ചാൽ ലഭിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തല്ല സ്തുതിച്ചത്, പിന്നെ താൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതിനെ കുറിച്ച് ഓർത്താണ് സ്തുതിച്ചത്, പ്രാപിച്ചതിനെ കുറിച്ച് ഓർത്താണ് സ്തുതിച്ചത്. നമ്മളെപ്പോഴും ഈ ഭാഷാനി പശുക്കളെ പോലാണ്, താ 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 എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് കിട്ടും എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ദാവീദ് ഇവിടെ സ്തുതിച്ചതെല്ലാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതിനെ കുറിച്ച് ഓർത്താണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ കുറിച്ച് ഓർത്താണ്. ശരിയല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ദാവീദ് പറയും, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു.
കഴിഞ്ഞുപോയ കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ ഇടയാക്കിയതുമില്ല, അതും കഴിഞ്ഞുപോയ കാര്യമാണ്. സ്തോത്രം. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു, സംഭവിച്ച കാര്യമാണ്. സ്തോത്രം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു, അതും പാസ്റ്റ് ടെൻസിലാണ്. സ്തോത്രം. നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ സമയം നമ്മൾ യോഗത്തിൽ വന്നിരിക്കുമ്പം ഉറക്കച്ചവളോടെയും സ്തോത്രയും ഉഷാറില്ലാതെയും, ചിലർ പറയുന്നത്, ചിലരുടെ ഭാഷ പറഞ്ഞ മൂടില്ലായിരുന്നു, ഓക്കെ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച നന്മയുടെ അളവ്, ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച ആ വിടുതലിൻ്റെ അളവോർത്താൽ ഇന്ന് രാവിലെ ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ചെയ്തത് ചെറിയ വിടുതലുകളല്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, വിശുദ്ധന്മാരെ നിങ്ങൾ യഹോവയ്ക്ക് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് നിങ്ങൾ സ്തോത്രം ചെയ്യുവീൻ. നോക്കുക, ഇതിൻ്റെ 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ വായിക്കുമ്പോൾ സുഖകാലത്തെ വ്യർത്ഥമായ ആത്മവിശ്വാസത്തെ കുറിച്ചാണ് കാണുന്നത്. സുഖകാലത്തെ വ്യർത്ഥമായ ആത്മവിശ്വാസം. നമ്മളൊക്കെ ഈ സുഖകാലത്ത് വ്യർത്ഥമായ ആത്മവിശ്വാസങ്ങൾ പലതും പറയുന്ന പുള്ളികളാണ്. സ്തോത്രം. ഞാൻ വ്യക്തമായി പറയാം, ചിലരോട് എത്ര ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാലും അവർ വേണ്ട രീതി സ്തുതിക്കത്തില്ല. കാരണം അവർക്കിപ്പോൾ സ്തുതിക്കത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളൊന്നുമില്ല. ഇപ്പോൾ അവരൊരു കംഫോർട്ട് സോണിലായിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ ആ സമയത്ത് നമ്മൾ കുറച്ച് വ്യർത്ഥമായ ആത്മവിശ്വാസം പറയും, ചിലങ്ങ് ചുമ്മാ അങ്ങ് പറയും. സ്തോത്രം. ദാവീദ് പറഞ്ഞ വ്യർത്ഥമായ ആത്മവിശ്വാസം എന്താണ്? 6-ാം വാക്യം നോക്കിയേ. ഞാൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകയില്ല എന്ന് ഞാൻ എൻ്റെ സുഖകാലത്ത് പറഞ്ഞെന്ന്. ദാവീദ് പറഞ്ഞു, ഞാൻ കുലുങ്ങിപ്പോകത്തേയില്ല. സ്തോത്രം. ഞാൻ ഒരു കാരണവശാലും കുലുങ്ങിപ്പോകത്തില്ല, എനിക്ക് കുലുക്കം ഉണ്ടാകത്തില്ല എന്ന് ദാവീദ് എപ്പോൾ പറഞ്ഞെന്നാ പറഞ്ഞത്? സുഖകാലത്ത് പറഞ്ഞെന്ന. പക്ഷെ ദാവീദ് കുലുങ്ങിപ്പോയി എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ഫേസ് ചെയ്യേണ്ടി വന്ന വിഷയങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. പ്രിയരെ, ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു നന്മ തരുമ്പം, ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു കംഫോർട്ട് സോൺ ഒരുക്കി തരുമ്പം, വ്യർത്ഥമായ ആത്മവിശ്വാസങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകരം നിങ്ങളിപ്പോൾ ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കുന്നെങ്കിൽ അതവൻ്റെ കൃപ എന്ന് മാത്രം പറയുക, അതവൻ്റെ ദയ എന്ന് മാത്രം പറയുക, അതെന്നോടുള്ള അവൻ്റെ കരുണ എന്ന് മാത്രം പറയുക. മഹത്വം അവന് ചെല്ലട്ടെ. സ്തോത്രം. നോക്കിക്കേ, അത് ദാവീദിന്റെ വ്യർത്ഥമായ ആത്മവിശ്വാസമാണ്. പല ആളുകളും ഒരു ദൈവവചന സന്ദേശം കേൾക്കുമ്പം ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഇന്നും എനിക്കിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന പലരെയും ഞാൻ കേൾക്കും. ഇത് നിങ്ങളുടെ സുഖകാലത്തെ വ്യർത്ഥമായ ആത്മവിശ്വാസം മാത്രമാണ്. സ്തോത്രം. എന്നാൽ ദാവീദ് ദൈവത്തെ സ്തുതിച്ചതിന് അനന്തരമായി പ്രാപിച്ച വിടുതലുകളുടെ ഒരു 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 നേട്ടം, ദാവീദ് ദൈവത്തെ 5 കാരണങ്ങൾ നിമിത്തം സ്തുതിച്ചതിൻ്റെ വിടുതലുകളെ കുറിച്ച് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. സ്തോത്രം. എന്താണ് ദാവീദ് പ്രാപിച്ച വിടുതലുകൾ? സ്തോത്രം. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ദാവീദ് 8-ാം വാക്യം തുടങ്ങുമ്പോൾ, യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു, ഞാൻ നിന്നോട് യാചിച്ചു. കണ്ടോ, ദാവീദ് ദൈവത്തെ സ്തുതിച്ചതിൻ്റെ വിടുതലുകൾ ആരംഭിക്കുകയാണ്. സ്തോത്രം. 1-ാമത്തെ വിടുതൽ വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി. വിലപിക്കേണ്ട സാഹചര്യങ്ങൾ വീടിന് നേരെ കയറി വന്നപ്പോൾ ആ വിലാപത്തെ മാറ്റി നൃത്തം വെളിപ്പെടാൻ കാരണം ഞാൻ അങ്ങയെ സ്തുതിച്ചതാണ്, ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്തതാണ്. നമ്മുടെ ഒരു സ്തോത്രത്തിൻ്റെ പവർ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ പവർ പലപ്പോഴും നമുക്കറിയത്തില്ല. നിന്റെ വീടിൻ്റെ കട്ടളപ്പടിയുടെ വാതിക്കൽ വന്ന് നിൽക്കുന്ന ആ വിലാപത്തിൻ്റെ ശക്തികൾ നിന്റെ വീടിനകത്തുനിന്ന് നൃത്തമായി തീരുവാൻ കാരണം നീ ദൈവത്തെ സ്തുതിച്ച ആ നിമിഷമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത ആ സെക്കൻഡ് ആണെങ്കിൽ ഇന്ന് രാവിലെ കൃപ പ്രാപിച്ച ദൈവജനം മറന്നു പോകരുത്. നാം അറിയുന്നില്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മുടെ സ്തോത്രങ്ങളും നമ്മുടെ സ്തുതികളുമൊക്കെ വിലാപങ്ങളെ നൃത്തമാക്കാനുള്ള ശക്തിയുള്ളതാണ്.
അതെ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ മിസൈൽ അയക്കുമ്പോൾ അതേ മറുരാജ്യം ആ മിസൈൽ ആ ആ രാജ്യത്ത് വീഴുന്നതിന് മുൻപ് അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് നിർവീര്യമാക്കി കളയുന്നത് പോലെ നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് വിലാപം വരുത്തുവാൻ പിശാച് അയച്ചുവിട്ട പല മിസൈലുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് നിർവീര്യമാക്കാൻ കരുത്തുള്ളതാണ് നിങ്ങളുടെ സ്തോത്രം എന്നും നിങ്ങളുടെ സ്തുതി എന്നും ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ രാവിലെ സമയം ദാവീദ് പറയുന്നു, എനിക്ക് ലഭിച്ച, ഞാൻ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച ഒന്നാമത്തെ വിടുതൽ എൻ്റെ വിലാപത്തെ നൃത്തമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ വിടുതൽ ദാവീദ് പറയുന്നു, എൻ്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. രട്ട് അത് ഉടുക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. രേഖ എഴുതി, അത് യഹൂദ ജനത്തിനെതിരെ ഹാമാൻ രേഖ എഴുതി രാജാവിന്റെ മുദ്രമോതിരങ്ങൾ കൊണ്ട് ആ രേഖയെ ഉറപ്പിച്ച് മുദ്രയിട്ടത് വാർത്തയറിഞ്ഞപ്പോൾ മൊർദെഖായി രട്ടുടുത്തു. വിലാപത്തിലാണ് രട്ടുടുക്കുന്നത്. സ്തോത്രം. അത് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ശൂഷൻ രാജധാനി അത് കലങ്ങിപ്പോയെന്ന്. അല്ല, ശൂഷൻ പട്ടണം കലങ്ങിപ്പോയെന്ന്. അത് ഒരു പട്ടണത്തെ മുഴുവൻ കലക്കത്തക്ക രീതിയിലുള്ള ദുഃഖമാണ്, സ്തോത്രം, അവിടെ വെളിപ്പെട്ടു വന്നത്. സ്തോത്രം. ഒരു പട്ടണത്തെ മുഴുവൻ കലക്കി കളയത്തക്ക രീതിയിലുള്ള രേഖയാണ് ഹാമാൻ എഴുതിയത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. അത് ഒരു ജനം മുഴുവൻ ഈ വിഷയത്തിന്റെ മുന്നിൽ ഉപവസിക്കാൻ തയ്യാറായപ്പോൾ, എസ്തർ ഈ വിഷയത്തിന്റെ പിന്നിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തയ്യാറായപ്പോൾ, മൊർദെഖായും അതെ യഹൂദ ജനവും ഉപവസിക്കാൻ തയ്യാറായപ്പോൾ, അത് അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, ശൂഷൻ പട്ടണം ആർത്തു എന്ന്. സ്തോത്രം. നോക്കിക്കേ, കലങ്ങിപ്പോയ വിഷയത്തിന്റെ നടുവിൽ ഉപവസിക്കുവാൻ വേണ്ടി രട്ടുടുത്തപ്പോൾ, വിലപിക്കുവാൻ വേണ്ടി രട്ടുടുത്തപ്പോൾ നഷ്ടപ്പെട്ട ആ സന്തോഷത്തെ ദൈവം മടക്കിയിട്ട് ശൂഷൻ രാജധാനി ആർത്തെന്ന് ദൈവാത്മാവ് ചിലരോട് പറയുന്നു. നിന്റെ വേദനാജനകമായ വിഷയങ്ങളുടെ നടുവിൽ നീ ഉടുക്കുന്ന ആ രട്ടുണ്ടല്ലോ, അധിക സമയം ഉടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ വിഷയത്തിന്റെ നടുവിൽ നീ ഉപവസിക്കാൻ തയ്യാറായാൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിന്റെ രട്ട് അഴിച്ചിട്ട് സന്തോഷമുടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ, ചില വീടുകൾക്കകത്ത് ദുഃഖമാക്കുമെന്നും വിലാപമാക്കുമെന്നും ദുഷ്ടപിശാച് പറഞ്ഞ് നിന്നെ രട്ടുടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവാത്മാവ് ചില രട്ടുകളെ അഴിച്ച് ഈ ദിവസങ്ങളിൽ സന്തോഷത്തെ ഉടുപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാവിലെ ദാവീദ് പറയുന്നു, ഞാൻ അങ്ങേ സ്തുതിച്ചപ്പോൾ ലഭിച്ച രണ്ടാമത്തെ വിടുതൽ, എൻ്റെ രട്ടുമാറി സന്തോഷം എനിക്ക് വന്നിരിക്കുകയാണ്. സ്തോത്രം. നോക്കിക്കേ, അത് മാത്രമല്ല, ദാവീദ് 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ എന്ന് പറഞ്ഞാൽ, ദാവീദ് മരണത്തിൽ കൂടെ താൻ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം ദാവീദിനെ മരണത്തിലേക്ക് വിടാതെ, സ്തോത്രം, ദാവീദിനെ മരണകരമായ അനുഭവത്തിലേക്ക് വിടാതെ ആ കുഴിയിൽ നിന്ന് ദാവീദിനെ ദൈവം കയറ്റുകയാണ്. സ്തോത്രം. ദൈവം ദാവീദിന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ കൊടുത്ത മൂന്നാമത്തെ വിടുതലാണ്. സ്തോത്രം. ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചാൽ മതിയാകും. ദാവീദ് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവിടെ ക്വസ്റ്റ്യന്മാർക്ക് 3 ക്വസ്റ്റ്യന്മാർക്കാണ് 9-ാം വാക്യത്തിലുള്ളത്. നോക്കിക്കേ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുണ്ട്? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, മരണക്കിടക്കെ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്. അത് ദാവീദിന്റെ ഡിപ്പോസിറ്റ് ആണെന്ന് ഞാൻ പറയും. സ്തോത്രം. നമുക്കെല്ലാം ഓരോ ഡിപ്പോസിറ്റ് ഉണ്ട് ദൈവരാജ്യത്തിൽ. ദാവീദ് ദൈവത്തോട് പറയാം, മരിക്കുന്നതിനകത്തൊന്നും എനിക്ക് പ്രശ്നമില്ല, റെഡിയാണ്. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ മരിച്ചാൽ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ, എനിക്ക് പകരം എന്നെ പോലെ ധൂളി നിന്നെ സ്തുതിക്കുമോ? ദൈവം സ്റ്റക്കായി പോയി ആ ചോദ്യത്തിന്റെ മുന്നിൽ. കാരണം പെട്ടകത്തിന്റെ മുന്നിൽ പോലും സ്വന്തം പദവി നോക്കാതെ, അധികാരം നോക്കാതെ, രാജവസ്ത്രം അഴിച്ചു വെച്ച് പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്ത ദാവീദ്, ഇവനെ പോലെ ഇസ്രായേൽ ചരിത്രത്തിൽ ആരും ഇങ്ങനെ നൃത്തം ചെയ്തിട്ടില്ല. ആരും ഇങ്ങനെ പദവി നോക്കാതെ ദൈവത്തെ ആരാധിച്ചിട്ടില്ല. ദൈവം ചിന്തിച്ചു, ഇവൻ ഇപ്പോൾ മരിച്ചാൽ ഇവനെ പോലെ സ്തുതിക്കാൻ മറ്റൊരാൾ എനിക്കില്ല. ഓൺ ദ സ്പോട്ടിൽ, അതെ, ദാവീദിന്റെ വീട്ടിൽ വെളിപ്പെടേണ്ട വിലാപത്തെ ദൈവം നൃത്തമാക്കി.
രട്ട അഴിച്ച് സന്തോഷം ഉടിപ്പിച്ചു. ഇന്ന് രാവിലെ സമയം നമ്മൾ യോഗത്തിനകത്ത് ചെന്നിട്ട് വായും തുറക്കാതെ കൈ ഒടിക്കാതെ ഊമയെപ്പോലെ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുന്ന പലരും ഓർത്തോണം, നിനക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നീ രോഗിയാകുമ്പോൾ പറയാൻ നിനക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ സമയം ഇടംബലം നോക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ ലഭിച്ച സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, ദൈവം നീ ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ദൈവം രണ്ടാമതൊന്നുകൂടെ നിന്റെ വിഷയത്തിൽ ചിന്തിക്കും. ദൈവം രണ്ടാമതൊന്നുകൂടെ നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഒന്ന് റീതിങ്ക് ചെയ്യും. കാരണം നിനക്ക് പകരം വെക്കാൻ മറ്റൊരാളെ ഉണ്ടോ എന്ന്. ഇന്ന് രാവിലെ ദാവീദ് പറയുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതെ, അതെ, എൻ്റെ രക്തം വെളിപ്പെട്ടു വരാതെ, എൻ്റെ രക്തം നിലത്തു വീഴാതെ എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ചത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് രാവിലെ സമയം മഹത്വപ്പെടുത്തുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അവന്റെ വീടിനകത്ത് അത് വിലാപം നൃത്തമാകും. അവന്റെ വീടിനകത്ത് രട്ട് സന്തോഷമായി തീരും. അവന്റെ വീടിനകത്ത് ഇറ്റുവീടിന്റെ രക്തത്തുള്ളികൾ മരണങ്ങൾ വഴിമാറിപ്പോകും. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവം എനിക്ക് തന്ന വിടുതലുകൾ ഞാൻ ദൈവത്തെ ആരംഭത്തിൽ തന്നെ 5 കാരണങ്ങൾ നിമിത്തം സ്തുതിച്ചത് കൊണ്ടാണ് തന്നത്. ഇനി അതുകൊണ്ട് സ്വസ്ഥമായിരിക്കാമെന്നല്ല, പിന്നെയോ ഈ തന്ന വിടുതലിന് വീണ്ടും ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, എന്തിനാ വിടുതൽ തന്നെന്നറിയാമോ? അതാ ദാവീദ് പറഞ്ഞു, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനു തന്നെ. സ്തോത്രം. അതാണ് ദാവീദ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. സ്തോത്രം. അതെ, അതെ, എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിടുതലുകൾ എന്തിനാ? അതിൻ്റെ പുറകിലുള്ള ഇന്റൻഷൻ എന്താണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിടുതലിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? സംശയിക്കാതെ പറയാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിടുതലുകൾ നാം മൗനമായിരിക്കാതെ സ്തുതി പാടേണ്ടത്. റോമാലേഖനം വായിക്കുമ്പോൾ ന്യായപ്രമാണം നമ്മുടെ വായ അടയ്ക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കൃപ നമ്മുടെ വായ തുറക്കുകയാണ്. വാ തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് ഈ വിടുതൽ പ്രാപിച്ചവന് ആര് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും അവൻ മിണ്ടാതിരിക്കത്തില്ല. അവൻ ദൈവത്തെ സ്തുതിക്കും. കാരണം എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? കാരണം അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി. അവൻ്റെ രട്ട് അടിച്ച് സന്തോഷം ഉടിപ്പിച്ചു. അവൻ എൻ്റെ രക്തം വീഴാതെ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതെ എൻ്റെ പ്രാണനെ അവൻ സൂക്ഷിച്ചതുകൊണ്ട് എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. നോക്ക്, അതുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, വിശുദ്ധന്മാരെ യഹോവയ്ക്ക് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ നിന്ന് വിടുതലുകൾ ഏറ്റെടുത്ത ദാവീദ് നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായി തീരട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കുറിച്ചിടുക. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അതേ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ ദിവസങ്ങളിലും ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്ന സമയങ്ങളിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കും. പ്രാർത്ഥിക്കാൻ തലകൾ വണക്കാം. ദൈവമക്കൾ പ്രത്യേകാൽ എനിക്ക് വേണ്ടി ഓർത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ആഹ്വാനം, വിശുദ്ധന്മാരെ യഹോവയ്ക്ക് സ്തുതി പാടുവീൻ, അവൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അവനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് അവന് സ്തോത്രം ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ്. 5 കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിച്ച ദാവീദ് അതേ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. സ്തുതിക്കുന്നവൻ നന്മ അനുഭവിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വിടുതൽ അനുഭവിക്കുമെന്നുള്ളതിൽ രണ്ടാമതൊരാലോചനയുടെ ആവശ്യമില്ലെങ്കിൽ, സുഖകാലത്തെ വ്യർത്ഥമായിട്ടുള്ള ആത്മവിശ്വാസങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ശരണപ്പെടാം. അവൻ നിന്റെ പർവ്വതത്തെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇതൊരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളഞ്ഞു എന്നുള്ളതല്ല, പകരം ഇത് ഹൃദയത്തിന്റെ മാംസപ്പലകിൽ കുറിച്ചിട്ട് ഈ വചനം വീണ്ടും ചിന്തിപ്പാൻ, അതിനകത്തുനിന്ന് പുതിയ ആലോചനകൾ ദൈവത്തിൽ നിന്ന് കൈക്കൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഈ ജനത്തിന് ഇന്ന് പ്രഭാതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം അവർക്ക് അനുഗ്രഹത്തിന്റെ, കരുതലിന്റെ, സംരക്ഷണത്തിന്റെ, കൃപയുടെ മറവിൽ മറയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രഭാതമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു.
പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ചെങ്കിൽ അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം. നന്ദി. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.